ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കനക ഗൗതം വ്ലോഗ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നത്. അപ്പോൾ പുതിയതായിട്ടാണ് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ പേര് കനക എന്നാണ് കേട്ടോ. ഞാനൊരു ബ്യൂട്ടി റിലേറ്റഡ് ആയിട്ടും പിന്നെ വെയിറ്റ് ലോസ് റിലേറ്റഡ് ആയിട്ടും ഡെയിലി വ്ലോഗൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടുള്ളൊരു സംഭവം കാണിച്ചു തരാനായിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത്. അതായത് എൻ്റെ എല്ലാ വീഡിയോസിലും ഞാൻ പറയാറുണ്ട്, അതായത് എൻ്റെ പിമ്പിൾ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ വീഡിയോസിലും ഞാൻ പറയാറുണ്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ഫേസ് വാഷിനെ പറ്റി. അത് ഞാൻ യൂസ് ചെയ്യുന്ന ഫേസ് വാഷ് വന്നിട്ട് അഹാഗ്ലോൻ്റെ ഫേസ് വാഷാണ്. അതായിരുന്നു ഞാൻ ഇത്രയും കാലം യൂസ് ചെയ്തുകൊണ്ടിരിക്കും. ഇത്രയും കാലമൊന്നുമല്ല കേട്ടോ, ഞാൻ ഇപ്പോഴും അത് തന്നെ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ അത് നമ്മുടെ പിമ്പിൾ കാര്യങ്ങളൊക്കെ റിലേറ്റ് ചെയ്തിട്ട് മാറാൻ വേണ്ടിയിട്ടാണല്ലോ യൂസ് ചെയ്യുന്നത്. അപ്പം എല്ലാവർക്കും പിമ്പിൾ ഉള്ളവരല്ലല്ലോ. അങ്ങനെയുള്ളവർക്ക് ഇപ്പോൾ ഒരു സ്കിൻ വൈറ്റനിങ്ങിനായാലും, ഇനി അതല്ല നമ്മുടെ ഈ പിമ്പിൾ വന്നിട്ട് പോയിട്ടുള്ള ഡാർക്ക് സ്പോട്ട് ഉണ്ടല്ലോ, അത് മാറാനായിട്ടും ചെറിയ ചെറിയ കുഴികളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാത്തിനും കൂടെ ഒരു പാരബിൻ ഫ്രീ ആയിട്ടുള്ള ഓൾ ഇൻ വൺ ഫേസ് വാഷ് ഒരെണ്ണം ഉണ്ടെങ്കിൽ ഭയങ്കര നല്ലതായിരിക്കില്ലേ. അപ്പോൾ അങ്ങനെ ഒരു ഫേസ് വാഷ് ആണ് കേട്ടോ ഞാൻ ഇപ്പം നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. അതായത് നമുക്കൊരു ഓൾ ഇൻ വൺ ആയിട്ട് തന്നെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷേ പിമ്പിൾസ് ഉണ്ടെങ്കിൽ, അതായത് നിങ്ങൾക്ക് ആക്റ്റീവ് ആയിട്ടുള്ള നിറയെ പിമ്പിൾസ് ഉണ്ടെങ്കിൽ ഇതിൻ്റെ അടുത്തേക്ക് പോകരുത്. ഇനി അതല്ല, പിമ്പിൾസ് ഒന്നും ഇല്ല, നിങ്ങൾക്ക് അധികം അങ്ങോട്ട് ഫേസ് പാക്ക് കാര്യങ്ങളൊക്കെ ഇടാൻ താല്പര്യമില്ല, എന്നാൽ സ്കിന്നിന് നല്ലൊരു ബ്രൈറ്റനിങ് ആയിട്ട് വേണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ടപ്പേന്ന് പറഞ്ഞ് യൂസ് ചെയ്യാൻ പറ്റിയൊരു സംഭവമാണ് കേട്ടോ. അപ്പം ഞാൻ കുറേ നേരം കൊണ്ട് പറയുന്നു എന്താ സംഭവം എന്ന്. നമുക്ക് സംഭവം എന്താണെന്ന് ആദ്യം ഒന്ന് കണ്ടിട്ട് വരാതെ. അപ്പോൾ ഇതാണ് കേട്ടോ സംഭവം. ഇത് ഞാനിവിടെ ഫോട്ടോ കൊടുത്തേക്കാം. ഇത് എത്തിഗ്ലോ എന്ന് പറയുന്ന ഒരു ഫേസ് വാഷ് ആണ് കേട്ടോ. ഇത് സ്കിൻ വൈറ്റനിങ് ഫേസ് വാഷ് ആണ് കേട്ടോ. അതായത് ഇത് മെയിനായിട്ട് ഇതിൽ ഓൾറെഡി പറയുന്നുണ്ട്, ഇത് സ്കിൻ വൈറ്റനിങ് ഡീപ്പ് ക്ലെൻസിങ് ഫേഷ്യൽ ഫോം എന്നാണ് എഴുതിയിരിക്കുന്നത്. അതായത് ഇത് നല്ല രീതിയിൽ മുഖം നമ്മളെ ക്ലെൻസ് ചെയ്യാൻ സഹായിക്കും, നന്നായിട്ടൊന്ന് ബ്രൈറ്റൻ അപ്പ് ആവാൻ സഹായിക്കുന്ന ഒരു ഫേസ് വാഷാണ് കേട്ടോ. എനിക്ക് പിമ്പിൾ വരുന്നതിന് മുന്നേ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഈ ഒരു ഫേസ് വാഷ് ആയിരുന്നു. പിന്നെ ഇപ്പോൾ എനിക്ക് പിമ്പിൾസ് വന്നായിരുന്നല്ലോ കുറേ കാലം, അപ്പം ഞാൻ അഹാഗ്ലോ എന്നുള്ള ഫേസ് വാഷ് തന്നെയാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം എനിക്ക് പിമ്പിൾസ് ഒക്കെ മാറിയിട്ടുണ്ട്. ഇപ്പം പക്ഷേ ചെറിയ ചെറിയ ഈ കറുത്ത പാടുകളൊക്കെ അവിടെ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ നൈറ്റ് ഈ ഒരു ഫേസ് വാഷാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പം നിങ്ങൾ വിചാരിക്കാം ഇതെന്താണ്, ഇത് യൂസ് ചെയ്തിട്ട് തന്നെയാണോ പറയുന്നത്? അതെ, ഞാൻ യൂസ് ചെയ്തിട്ട് തന്നെയാണ് പറയുന്നത്. എൻ്റെ ഹസ്ബൻഡും ഇത് തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അതായത് എൻ്റെ കയ്യിൽ ഇപ്പോൾ 2 എണ്ണേ ഉള്ളൂ ഇതിൻ്റെ കാണിക്കാനായിട്ട്. ഇത് ഓൾമോസ്റ്റ് തീർന്നു. അടുത്ത് ഞാൻ സ്റ്റോക്ക് ചെയ്ത് വെച്ചേക്കാണ് വാങ്ങിയിട്ട്. അതായത് ഇത് അത്രയും നല്ലതാണ്. ഞാനിതൊരു 7-8 പാക്കെങ്കിലും ഇങ്ങനത്തെ ഒരു ട്യൂബ് ഉണ്ടല്ലോ, ഇതെങ്കിലും ഞങ്ങൾ വാങ്ങിയിട്ട് ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ടാവും. ഞാനും ഹസ്ബൻഡും ഇതാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇത് എത്തിഗ്ലോ എന്നാണ് ഫേസ് വാഷിൻ്റെ പേര്. ഇത് നമ്മുടെ സ്കിൻ വൈറ്റനിങ് ആവാൻ വേണ്ടിയിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത്. വൈറ്റനിങ് മാത്രമല്ല ഇത് ചെയ്യുന്നത്, നമുക്ക് പോർസ് ഒക്കെ ഉണ്ടല്ലോ, അതായത് ചെറിയ ചെറിയ ഈ സുഷിരം പോലെയൊക്കെ നമ്മുടെ ആ ഒരു മുഖത്തുണ്ടാവുമല്ലോ, അതൊക്കെ നല്ല ഡീപ്പായിട്ട് ക്ലെൻസ് ചെയ്യാനായിട്ട്, അതിൻ്റെ ഉള്ളിൽ അഴുക്കൊക്കെ കളയാനായിട്ട് ഇത് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. മാത്രമല്ല ഇത് നമുക്ക് ചെറിയ ഡാർക്ക് സ്പോട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനായിട്ടും ഇത് ഹെൽപ്പ് ചെയ്യും. കാരണം ഇതിൽ അടങ്ങിയിരിക്കുന്നത് കുറേ ഇൻഗ്രീഡിയൻസ് ചേർന്നിട്ടുള്ള ഒരു സംഭവം മിക്സപ്പാണ് കേട്ടോ ഈ ഒരു ഫേസ് വാഷ് എന്ന് പറയുന്നത്. അത് ഞാൻ പറഞ്ഞുതരാം. ഇതിൽ എന്തൊക്കെയുണ്ടെന്ന് പറയാം കേട്ടോ. കൊക്കോ ഫാറ്റി ആസിഡ് ഉണ്ട്, ഗ്ലിസറിൻ ഉണ്ട്, എനിക്ക് അറിയാവുന്ന പേരൊക്കെ ഞാൻ വായിച്ചു തരാം കേട്ടോ. അറിയാത്തതൊന്നും വായിക്കുന്നില്ല, കുറേ ഇൻഗ്രീഡിയൻസ് ഉണ്ട് കേട്ടോ. പിന്നെ കോജിക് ആസിഡ് ഉണ്ട് കേട്ടോ. കോജിക് ആസിഡൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിലെ ഈ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ മാറാൻ ഭയങ്കര നല്ലതാണ്. നിയാസിനമൈഡ് ഉണ്ട്, അതായത് നമ്മുടെ ഓപ്പൺ പോർസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മിനിമൈസ് ചെയ്യാൻ വേണ്ടി നിയാസിനമൈഡ് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും കേട്ടോ. പിന്നെ ഒലിവ് ഓയിൽ ഉണ്ട്, സോഡിയം ഹൈഡ്രോക്സൈഡ് ഉണ്ട്, വൈറ്റമിൻ സി, ഇ ഉണ്ട്, ലാക്റ്റിക് ആസിഡ് ഉണ്ട്, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ഉണ്ട്, സാലിസിലിക് ആസിഡ് ഉണ്ട് കേട്ടോ. അങ്ങനെ കുറേ സംഭവങ്ങൾ ചേർന്നിട്ടുള്ളൊരു സംഭവമാണ്. അതായത് ഇത്രയൊക്കെ തന്നെ നമ്മുടെ സ്കിന്നിന് ഭയങ്കരമായിട്ട് ബെനിഫിറ്റ് തരുന്ന കാര്യങ്ങളാണല്ലോ. പിന്നെയും കുറേ എഴുതിയിട്ടുണ്ട് കേട്ടോ. മാത്രമല്ല ഇത് പാരബൻ ഫ്രീ ആണ്. നമുക്ക് അപ്പോൾ ധൈര്യമായിട്ട് ഇത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. മാത്രമല്ല ഇങ്ങനൊരു ട്യൂബ് നമ്മൾ രാവിലെയും രാത്രിയും യൂസ് ചെയ്യുകയാണെങ്കിൽ തന്നെ, ഇപ്പം ഞാനും എൻ്റെ ഹസ്ബൻഡും ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ 2 പേരും ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ തന്നെ ഇത് 1 മാസത്തിന് കറക്റ്റാണ് കേട്ടോ. ചെറിയൊരു ട്യൂബ് മതി,
റേറ്റ് 260 രൂപയുള്ളൂ കേട്ടോ. 70 ഗ്രാം എങ്ങാണ്ടാണ്, 70 ഗ്രാമാണ്, 260 രൂപയേ ഉള്ളൂ. സ്കിൻ വൈറ്റനിങ് ഫേസ് വാഷാണ്, അതും ഇത്രയും ഇൻഗ്രീഡിയൻസോട് കൂടിയിട്ടുള്ളതാണ് കേട്ടോ. ഇതിൻ്റെ തന്നെ വലിയ ട്യൂബും അവൈലബിൾ ആണ് കേട്ടോ. പക്ഷെ നമുക്കൊരു 2 ടൈമൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ 1 മാസത്തേക്ക് ഇത് മതിയാവും. കാരണം ഒരു നുള്ളെടുത്താൽ മതി കേട്ടോ. കാരണം ഇത് ഭയങ്കരമായിട്ട് ഫോമിങ് ഫേസ് വാഷാണ്. ഒരു നുള്ളെടുത്താൽ മതി, അത് നമ്മുടെ ഫേസിന് ഫുള്ളായിട്ട് കാണും. തോനെയൊന്നും എടുക്കേണ്ട കാര്യമില്ല കേട്ടോ. മാത്രമല്ല ഇതിൽ ചെറിയൊരു ഗ്രാന്യൂൾ പോലൊരു സംഭവം ഉണ്ട് കേട്ടോ. അത് സ്ക്രബിങ് എഫക്റ്റ് ഒന്നും അല്ല. ഇത് അവർ പറയുന്ന കോജിക് ആസിഡിൻ്റെ ആ ഒരു ഗ്രാന്യൂൾസ് ആണെന്നാണ് അതിൽ പറയുന്നത്. അപ്പം നമ്മൾ ഒരിക്കലും ഇത് യൂസ് ചെയ്യുമ്പോൾ ആ ഒരു ഗ്രാനുകൾ കാണുമ്പോൾ ഇത് ഓക്കെ ഇത് ഭയങ്കരമായിട്ടൊരു സ്ക്രബ് എഫക്റ്റ് ആണോ ഡെയിലി തരുന്നതെന്ന് കരുതരുത്. അത് ഭയങ്കര സോഫ്റ്റിനാണ്. അത് നമ്മളൊന്ന് ഫേസിലിട്ടൊന്ന് ഫോം ആകുമ്പോഴേ അതങ്ങ് പൊക്കോളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ നിങ്ങളിപ്പോൾ ബ്രൈറ്റ്സ് ഒക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ ഇനിയിപ്പം മാരേജ് വരാൻ പോവുകയാണെങ്കിലൊക്കെ സ്കിന്നൊന്ന് ബ്രൈറ്റനായിട്ട് ഇരിക്കണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഫേസ് വാഷാണ് കേട്ടോ. പിന്നെ പ്രത്യേകിച്ച് ഞാൻ പറയുകയാണ്, ഇത് ആർക്കൊക്കെ യൂസ് ചെയ്തുകൂടാ എന്നുള്ളത് ഞാൻ ആദ്യം പറയാം. നിങ്ങൾക്ക് ഇപ്പം നിറയെ പിമ്പിൾസ് മുഖത്തുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ഫേസ് വാഷിൻ്റെ അടുത്തേക്കേ പോകരുത്. കാരണം ഇത് ഭയങ്കരമായ രീതിയിൽ ഇറിറ്റേഷൻ ഉണ്ടാക്കും. ഇതിലുള്ള ഈ സംഭവങ്ങളൊന്നും നമുക്ക് ആക്റ്റീവ് പിമ്പിൾ ഉള്ളപ്പോൾ യൂസ് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളല്ല. ഓക്കെ, രണ്ടാമത്തത്, നിങ്ങളുടെ ഭയങ്കരമായിട്ടുള്ള സെൻസിറ്റീവ് സ്കിൻ ആണെങ്കിലും ഈ ഒരു ഫേസ് വാഷ് യൂസ് ചെയ്യരുത്. കാരണം എനിക്ക് ഞാനിത് ഓൾറെഡി ഞാൻ ആദ്യം യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണെന്ന് പറഞ്ഞല്ലോ. അത് കഴിഞ്ഞിട്ട് എനിക്ക് പിമ്പിൾസ് വന്നില്ലേ, പിമ്പിൾസ് വന്നപ്പം ഞാൻ നമ്മുടെ മറ്റേ ആഹാഗ്ലോൻ്റെ ഫേസ് വാഷ് ആയിരുന്നു ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ പിമ്പിൾസ് ഒക്കെ പോയി കഴിഞ്ഞിട്ട് ഞാൻ നൈറ്റ് മാത്രം ഇത് ആദ്യമേ യൂസ് ചെയ്ത് തുടങ്ങിയപ്പോൾ എൻ്റെ സ്കിന്ന് ഭയങ്കരമായ ആ പിമ്പിളൊക്കെ വന്ന് പോയതല്ലേ, ഭയങ്കരമായ ഒരു സെൻസിറ്റീവ് ആയിട്ടിരുന്ന ടൈമായിരുന്നു. ഞാൻ ഇത് യൂസ് ചെയ്യുന്ന ടൈമിൽ എനിക്ക് ഭയങ്കരമായിട്ട് എരിയുമായിരുന്നു കേട്ടോ. എൻ്റെ ഫേസ് ഭയങ്കരമായിട്ട് എരിഞ്ഞ് എന്താ പറയുക, എനിക്ക് യൂസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലായിട്ടുണ്ട്. അതായത് ഭയങ്കരമായിട്ട് അങ്ങ് എരിയാൻ തുടങ്ങും, ഭയങ്കര ഇറിറ്റേഷനും ഒരു ചൊറിച്ചിലും അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഇതെനിക്കിനി വർക്ക് ആവുമെന്ന് തോന്നുന്നില്ല, അല്ലെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും കംപ്ലയിൻറ്റ് ആയിരിക്കും എന്ന് കരുതിയിട്ട് ഞാൻ കുറച്ച് നാൾ യൂസ് ചെയ്യാതിരുന്നിട്ട് പിന്നെ ഇപ്പോൾ ഒരു 2 ആഴ്ചയായിട്ട് നൈറ്റ് ഞാൻ ഈ ഫേസ് വാഷ് ഇട്ടായിട്ടോ എൻ്റെ ഫേസ് കഴുകുന്നത്. പക്ഷേ എനിക്ക് ഒരു ഇറിറ്റേഷനും ഇല്ല, എൻ്റെ പഴയ രീതി ആയിട്ടുണ്ട്. അതായത് ആ ഒരു സെൻസിറ്റീവ് ആയിട്ടിരിക്കുന്ന ടൈമിൽ നമ്മളത് യൂസ് ചെയ്യാൻ പാടില്ല കേട്ടോ. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, പിമ്പിൾ ഉള്ള സ്കിൻ ആണെങ്കിലോ സെൻസിറ്റീവ് സ്കിൻ ആണെങ്കിലോ ഈ ഒരു ഫേസ് വാഷ് നിങ്ങൾ വാങ്ങി യൂസ് ചെയ്യരുത്. നിങ്ങളുടെ സ്കിന്നിന് ഇറിറ്റേഷൻ ഉണ്ടാക്കി കൊടുക്കരുത്. ഇനി അതല്ല, നിങ്ങളുടെ ഓയിലി സ്കിൻ ആണെങ്കിലും കോമ്പിനേഷൻ സ്കിൻ ആണെങ്കിലും ഈവൻ ഡ്രൈ സ്കിൻ ആണെങ്കിലും ഈ ഒരു ഫേസ് വാഷ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. കാരണം 3 പേർക്കും, അതായത് 3 സ്കിൻ ടൈപ്പിനും ഇത് ഓക്കെയാണ്. ഇതിൽ ഒരു രീതിയിലുള്ള ഈ നമ്മൾ സ്കിന്ന് ഇപ്പം മുഖം കഴുകി കഴിഞ്ഞിട്ട് ഒരു രീതിയിലുള്ള ഒരു ഇറിറ്റേഷനോ കാര്യങ്ങളോ ഒരു ഡ്രൈനെസ്സോ ഒന്നും ഇതുണ്ടാക്കി തരുന്നില്ല കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണല്ലോ ഒരു ഫേസ് വാഷിന് നമുക്ക് ആവശ്യമുള്ളത് അല്ലേ. ഒരു സ്കിൻ വൈറ്റനിങ് ഫേസ് വാഷ് വിത്ത് ഇത്രയും സംഭവങ്ങളുണ്ടെങ്കിൽ പിന്നെ വേറെ എന്തിനു വേണ്ടിയിട്ട് ആലോചിച്ച് നിൽക്കുന്നത്, നമുക്ക് ഇത് തന്നെ വാങ്ങാമല്ലോ, വിലയും കുറവാണ്. ഇത് ഞാൻ ആമസോണിൽ നിന്നാണ് കേട്ടോ വാങ്ങുന്നത്. ഇതെല്ലാം ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിയത്. നമ്മുടെ നോർമൽ മെഡിക്കൽ സ്റ്റോറുകളിലും ഇത് വാങ്ങാൻ കിട്ടുമെന്ന് തോന്നുന്നു, എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ ഇത് വാങ്ങാം കേട്ടോ. പിന്നെ നിങ്ങൾ ഗേൾസിന് മാത്രമല്ല കേട്ടോ, ഇത് ബോയ്സിനും യൂസ് ചെയ്യാൻ പറ്റിയ നല്ല ഒരു ഫേസ് വാഷാണ്. അതായത് ഈ ബോയ്സൊക്കെ ഭയങ്കരമായിട്ട് ബൈക്കിലൊക്കെ ജോലിക്കൊക്കെ പോയി വരുന്ന സമയത്ത് നല്ല രീതിയിൽ ഫേസിൽ നല്ല പൊല്യൂഷനൊക്കെ ആയതുകൊണ്ട് നല്ല ഡേർട്ടും കാണും, അതേപോലെ തന്നെ നല്ല ടാൻ കാണുമല്ലോ. ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ഫെയർനെസ് ഇതിട്ട് നമ്മൾ ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഹസ്ബൻഡോ അനിയനോ ഈവൻ അച്ഛന്മാർക്കാണെങ്കിൽ പോലും ഈ ഒരു സംഭവം കൊടുത്ത് യൂസ് ചെയ്യും കേട്ടോ. കാരണം നമ്മുടെ ഫാമിലിയിൽ എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റിയൊരു സംഭവമാണിത്, സെൻസിറ്റീവ് സ്കിൻ അല്ലെങ്കിൽ. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇത് വാങ്ങി യൂസ് ചെയ്യാന്നല്ല കേട്ടോ, നിങ്ങൾക്ക് വേണമെങ്കിലും വാങ്ങി യൂസ് ചെയ്ത് നോക്കുക. നല്ലൊരു സ്കിൻ വൈറ്റനിങ് ആയിട്ടുള്ളൊരു അഫോർഡബിൾ റേഞ്ചിലുള്ളൊരു ഫേസ് വാഷാണ് കേട്ടോ. അപ്പം ഞാനിത് ഇടുന്ന കാണിക്കുന്നില്ല, ഞാനിപ്പോൾ ഓൾറെഡി എല്ലാം കഴിഞ്ഞിട്ടിരിക്കുകയാണ്. എൻ്റെ ഹസ്ബൻഡ് ഇത് വെച്ചിട്ട് മുഖം കഴുകുന്ന കൂടെ ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ. അതാകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഇതിൻ്റെ ആ ഒരു ഫോമിങ് എത്രത്തോളമാണ് ഇത് പതയുന്നത്, എത്രത്തോളം ഒടിച്ചെടുക്കണമെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ കണ്ടിട്ട് വരാതെ. അങ്ങനെ നമ്മുടെ നാരുമാണ് ഇന്ന് നമ്മുടെ ഫേസ് വാഷ് ട്രൈ ചെയ്യുന്നത് കേട്ടോ. ട്രൈ ചെയ്യുന്നതല്ല, ഇത് ഞാൻ കാണിച്ചു തരാം. എനിക്ക് നിൽക്കാം, 1 മിനിറ്റ്. ഇത്രയും എടുക്കേണ്ട കാര്യമില്ല കേട്ടോ, ഇതിലും കുറച്ച് മതിയേ. നാരുവിന് ഇത്രയും എടുത്തതാ. വീഡിയോ എടുക്കുന്നതിൻ്റെ ഒരു ആവേശത്തിൽ കുറച്ചങ്ങ് എടുത്തത്. നല്ല പതയുന്നുണ്ട്, ഇങ്ങോട്ട് കാണിച്ചോട്. വേണ്ടാ, ഒരു ഇച്ചിരി എടുത്തപ്പോൾ തന്നെ നല്ല പതയുന്നുണ്ട്. പയ്യെ
അതിനിങ്ങനെയൊക്കെ കേട്ടോ ഫേസ് കഴുകുന്നത്. ഇത്രയും ആക്രാന്തം പിടിച്ച് നിങ്ങൾ കഴിവരുത്, കുറച്ച് പയ്യെ കഴിവാകൂ കേട്ടോ. അപ്പോൾ എന്തായാലും നാരു കഴുകിയിട്ട് വന്നിട്ട് നമുക്ക് കാണാവേ. മതി, ടവൽ താണ്ടേ. കണ്ടോ നിങ്ങൾ, ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ ഒരു വെട്ടം വെച്ചാണ് കണ്ട. ഇത്രയും നേരം ഡള്ളായിട്ടിരുന്ന കേട്ടോ. രാവിലെ അങ്ങനെ മുഖം കഴിവതല്ലേ നീ, പിന്നെ മുഖം കഴിവിട്ടില്ലല്ലേ, ഇപ്പോഴാണ് കേട്ടോ മുഖം കഴിവുന്നത്. പക്ഷെ കണ്ട ഒരു വെട്ടം കണ്ട. ഇതിപ്പം നമ്മുടെ ഈ ഒരു ഡൈനിങ് റൂമായിട്ടോ, ഇവിടെ ഇത്തിരി വെട്ടം കുറവാണ്, എന്നാലും കളർ വന്നിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട് ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട്? കൊള്ളാം, നന്നായിട്ടുണ്ട്. നമ്മൾ ഈ ബൈക്കിലൊക്കെ യാത്ര ചെയ്യുന്നവർക്കും പിന്നെ ഇടയ്ക്കിടയ്ക്ക് മുഖം കഴുകുന്നവർക്കൊക്കെ ആണെങ്കിൽ ഇത് ബെസ്റ്റാണ്. നല്ല പതയുമാണ്, പെട്ടെന്ന് വിളിക്കുകയും ചെയ്യും കേട്ടോ. അതായത് നമ്മുടെ ടാനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനായിട്ട് ഭയങ്കര നല്ലതായിട്ടോ. പ്രത്യേകിച്ച് ഈ ബൈക്കിലൊക്കെ പോണ ബോയ്സിനൊക്കെ ആണെങ്കിലോ, ഇപ്പോൾ നമ്മൾ സ്കൂട്ടറിലൊക്കെ ജോലിക്ക് പോണ ഗേൾസിനൊക്കെ ആണെങ്കിൽ ഭയങ്കര നല്ലതാണ് കേട്ടോ. ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ ഒരു ഫ്രഷ്നെസ് തോന്നും നല്ല രീതിക്ക്. അതോ ഡേ കടി. അപ്പോൾ മോഡലിന് ടാറ്റ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇതേപോലെ എന്തെങ്കിലും ഒരു പ്രോഡക്റ്റിൻ്റെ റിവ്യൂ വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ ഒന്ന് എഴുതി അറിയിച്ചാൽ മതി കേട്ടോ. അതിൻ്റെ റിവ്യൂ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. മാത്രമല്ല എന്തെങ്കിലും റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് വേണമെങ്കിൽ അതും കമൻറ്റിൽ ഒന്ന് അറിയിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും ഒക്കെ കമൻസിൽ എഴുതി അറിയിക്കുക കേട്ടോ. മാത്രമല്ല പുതിയതായിട്ടാണ് ആരെങ്കിലും ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. നമുക്കൊരു അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാവേ. അതുവരെയും ടാറ്റാ.